ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നെടുമങ്ങാട്ടെ ആ ഒരു ഇഷ്യൂ ആണ്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകളെല്ലാം തന്നെ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ചീഞ്ഞു നാറിയ സിസ്റ്റത്തിന്റെ പരാജയം മുഴച്ചു നിൽക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള കുറേയധികം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത, ആ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് തന്നെയാണ് ഈ ഒരു കുറ്റകൃത്യം നെടുമങ്ങാട്ട് സംഭവിച്ചത്. മറ്റൊന്നുമല്ല, അഷ്കർ എന്ന് പറയുന്ന അഖിലയുടെ പങ്കാളി, അവനെതിരെ മുൻ ഭാര്യയുടെ കുടുംബക്കാർ കൊടുത്തിരിക്കുന്ന പരാതികളിൽ മേലൊന്നും തന്നെ നടപടി സ്വീകരിച്ചില്ല. അത് നെടുമങ്ങാട് പോലീസാണ് ആ നടപടി സ്വീകരിക്കേണ്ടത്. അവിടെ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവൻ പുറത്ത് ഉണ്ടുല്ലസിച്ച് നടന്നു. അതിന്റെ ഭാഗമായിട്ട് നഷ്ടമായത് ഒരു ജീവനാണ്. ഇന്നിപ്പോൾ അവരെ എടുത്തുകൊണ്ട് പോയി രണ്ടിടി ഇടിച്ചിട്ട് പേരും പ്രശസ്തിയും നേടിയിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ട് അന്ന് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ വീഴ്ച സംഭവിച്ചിരിക്കുന്ന ആശാ വർക്കർക്കാണ്. അവർ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം അവിടെ നടക്കില്ലായിരുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. രണ്ട് കൈയും ഒടിഞ്ഞ് ഒരു പേഷ്യന്റ് കൺമുന്നിലേക്ക് വരുമ്പോൾ ആ ഒരു ഒടിവ് സ്വാഭാവിക വീഴ്ചയിലുണ്ടായതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്രമിച്ചതാണോ അത് തിരിച്ചറിയാൻ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു വ്യക്തി എന്തിനാണ് ഇനിയും ഡോക്ടറായിട്ട് തുടരുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ബോഡി കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര മുറിവുണ്ട്, ആ മുറിവിന്റെ ആഴവും പഴക്കവും അത് നോർമലി ഉണ്ടായതാണോ ആരെങ്കിലും ആക്രമിച്ചതാണോ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഡോക്ടർക്ക് ഈ രണ്ട് കൈ ഒടിഞ്ഞത് കണ്ടിട്ട് അസ്വാഭാവികത ഒന്നും തന്നെ തോന്നിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ പുള്ളിയുടെ MBBS വ്യാജമായിരിക്കും. മറ്റൊന്നുമല്ല, അത്രത്തോളം ബോധം പൊക്കമില്ലാത്ത ഒരാൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ അഖിലയുടെ അമ്മ ഈ പറയുന്ന നെടുമങ്ങാട്ടെ ആ കുരുന്നിനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ് ഇപ്പൊ പുറത്തേക്ക് വന്നു. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇന്നലെ എൻ്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോസ് ഒക്കെ അയച്ചെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ രണ്ട് കയ്യിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതില് അവള് തന്നെ വോയിസ് അയച്ചിരിക്കുന്നുണ്ട്, കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കൊച്ചിന് തലപ്പെട്ട ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് ഇത്തിരി പൊക്കമുള്ളതായിരുന്നു. അവിടെ നിന്ന് 3 കാരണം മറിഞ്ഞു. ഇപ്പൊ ഞാൻ നിലവിൽ ഇതുവരെയും വിളിച്ചിരുന്നില്ല, മോളെ വിളിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിന്റെ അപ്പൊ ഇങ്ങനെ ഒരു പക്ഷെ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. രണ്ട് കയ്യിലും. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. പലതും ഐഡിയ ചെയ്യുന്നുണ്ട്. അല്ല, നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടിയെ നോക്കുന്നതിന് ഒരു വിഷയവും ഇല്ല. എനിക്ക് സന്തോഷമാണ്. എന്റെ വീട്ടിൽ നിന്നപ്പോ കുട്ടി നല്ല സന്തോഷത്തിലാണ് നിന്നത്. 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അതായത് കൃത്യമായ രീതിയിൽ ഒരു കംപ്ലൈന്റ് ഒരാൾ വിളിച്ച് പറയുമ്പോൾ ആ ഒരു വിഷയത്തിനകത്ത് ജെനുവിനിറ്റി അന്വേഷിച്ച് അവിടെ ഒരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരു മുൻവിധിയോടുകൂടി കാര്യം പറയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മരുമകനും തമ്മിൽ എന്തോ വിഷയമുണ്ട്, അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആ ഉദ്യോഗസ്ഥൻ അയാളുടെ ഡ്യൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിക്കുമായിരുന്നോ? ഇല്ല. ഇവരൊക്കെ വെറും ശമ്പളം മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്ന ആളുകളാണ്. അല്ലാതെ നമ്മളെ ആരും സേവിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരല്ല. നമ്മളെല്ലാം നികുതിപ്പണം മുടക്കി നമ്മൾ ഒരു ഗുണവും ഇല്ലാതെ കുറെ എണ്ണത്തിന് തീറ്റിപ്പോരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ കുട്ടിയോട് അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ആ വണ്ടിയോടുകൂടി ഇനി പുള്ളി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. ചിന്താഗതിയല്ലേ? അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക? എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ. ഇവനെയൊക്കെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തിയിരിക്കുന്നതല്ലേ അവന്മാർക്കിട്ടാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, കൃത്യമായിട്ട് ഒരു കംപ്ലൈന്റ് നൽകുമ്പോഴത്തേക്ക് ഒരു ഹെൽപ്പ് ലൈനിൽ വിളിച്ച് കംപ്ലൈന്റ് പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നടപടി സ്വീകരിക്കണം. അതിന് കഴിവില്ലാത്തവന്മാരെ പോലെ കഴിവില്ലാത്ത ഇത്തരം ആളുകളെ അവിടെ പിടിച്ച് ഇരുത്തിയോണ്ട് വേണം ആദ്യം മേടിക്കേണ്ടത്. അതാണ് പറഞ്ഞത്, ഈ നാട്ടിലുള്ള കുറെ എണ്ണത്തിന് നമ്മൾ ഒരു ഗുണവും ഇല്ലാതെ തീറ്റിപ്പോറ്റി കൊണ്ടുവരുമോ ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന പേര്. ഇതിലും പേരെ നമ്മൾ വല്ല തെരുവ് നായികൾക്കും ഭക്ഷണം മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ അതൊന്ന് വാലാട്ടിയെങ്കിലും കാണിച്ചേനെ. ചുമ്മാ പറയല്ലോ കേട്ടോ.
വഴി കിടക്കുന്ന ഏതെങ്കിലും 4 പട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ കാണുമ്പോൾ വാലാട്ടി ഇങ്ങനെ നിന്നേനെ. എന്തിനാണെന്ന് അറിയത്തില്ല കുറെ എണ്ണത്തിന് നമ്മളിങ്ങനെ തീറ്റി പോറ്റുന്നു. അപ്പൊ ശരിയെന്നാ ബൈ.